സാർ നമസ്കാരം. നമസ്കാരം. ധാരാളം നാളുകളായിട്ട് ഈ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വലിയ സമസ്യയ്ക്ക് ഇന്ന് സുപ്രീം കോടതി ഒരു പ്രസ്താവന കൊണ്ട് ഒരു ആശ്വാസം കൊടുത്തിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അത് കുറ്റകരമല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ കുറ്റകരമാണെന്ന് പറഞ്ഞ് യുവതികൾ വരുന്നത് ഖേദകരമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആസ്പദമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വിധവയായ ഒരു സ്ത്രീ ജാദവ് മഹേഷ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് പ്രണയ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ട ശേഷം ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി 2008 മുതൽ ഇവരെ ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇയാളുടെ ഭാര്യ ഈ യുവതിക്കെതിരെ കിഡ്നാപ്പിങ്ങിന് കേസ് കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുവതി ഇയാൾക്കെതിരെ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നു. അപ്പോഴാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നിങ്ങളുടേത്, അത് ദയവായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിധിയെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? ഇത് പുരുഷന്മാർക്കൊരു ആശ്വാസമായിട്ടുള്ളൊരു വിധിയാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ളൊരു വിധിയാണോ ഇത്? എങ്ങനെയാണ് ഈ വിധിയെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ സമീപിക്കുന്നത്? ഇത് പുരുഷന്മാർക്കെതിരെയുള്ള വിധിയുമല്ല, എന്നാൽ സ്ത്രീകൾക്കുള്ള എതിരെയുള്ള വിധിയുമല്ല. ഇത്തരം വിധികൾ കൊണ്ട് മാത്രമേ യഥാർത്ഥ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം യഥാർത്ഥത്തിൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഈ കേസ് നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും കേരളത്തിൽ ഒക്കെ തന്നെ ഒരുപാട് നിയമങ്ങൾ ഈ വനിതകൾക്ക് അനുകൂലമായി, സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിൽ പ്രയോഗിക്കുകയും സ്ത്രീകൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില ട്രാപ്പിൽ പുരുഷന്മാരെ പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പുരുഷനോട് കുറച്ചു കാലം ഒരുമിച്ച് കഴിഞ്ഞ പുരുഷനോട് ശത്രുത വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പലപ്പോഴും ഇത്തരത്തിൽ പരാതികളുമായിട്ട് വരുന്ന വനിതകൾ ഒരു പങ്ക് വരെ, ഒരു 50% കൂടുതൽ ബന്ധം തകർന്നു നിൽക്കുന്ന സ്ത്രീകളായിരിക്കാം, ഭർത്താവുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം തകർന്നു നിൽക്കുന്ന സ്ത്രീകളായിരിക്കാം ഇത്തരത്തിൽ പരാതിക്കാരായി പലപ്പോഴും നമ്മുടെ പോലീസിനെയോ അല്ലെങ്കിൽ കോടതിയോ സമീപിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകൾ ഈ പരാതികളുമായി വന്ന് ഈ നിയമ സംവിധാനത്തെ, ഈ നിയമത്തിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട യഥാർത്ഥ സംരക്ഷണത്തെ, അല്ലെങ്കിൽ യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയാവുന്ന, അല്ലെങ്കിൽ ചതിക്കിരയാവുന്ന യഥാർത്ഥ സ്ത്രീകളുടെ അവസരമാണ്, യഥാർത്ഥത്തിൽ നീതി കിട്ടാനുള്ള അവസരമാണ് അവർ ഇത്തരത്തിൽ തെറ്റായി വ്യാജ പരാതികൾ കൊടുത്ത് പലപ്പോഴും അവരുടെ കൂടി ക്രെഡിബിലിറ്റിയാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ വിധി വളരെ ഒരു പരിധിവരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു ഗുണകരമായ വിധിയാണ്. കാരണം ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾ കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ യഥാർത്ഥമായ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഈ പീഡനം അല്ലാതെ തന്നെ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളുള്ള പുരുഷന്മാർക്കോ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു കാരണമാവത്തുള്ളൂ. പക്ഷേ ഇത് ആദ്യത്തെ വിധി മാത്രമല്ല, ഇതിനു മുമ്പും ഇതുപോലെ സമാനമായ വിധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഇത്തരം പരാതികൾ കൂടുന്നു എന്നുള്ളതല്ലാതെ കുറയുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാം, അടുത്ത സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു സെലിബ്രിറ്റിയുടെ കേസുണ്ടായിരുന്നു. ഒരു സിനിമാ നടനും നിർമ്മാതാവും ഒക്കെ ആയിരുന്ന ഒരു നടൻ. അദ്ദേഹം ആ കേസ് വന്ന സമയത്ത് വിദേശത്ത് പോയി അവിടെ നിന്നുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ കോടതിയെ സമീപിക്കുകയും അവസാനം കോടതി അയാളുടെ ഇലക്ട്രോണിക്സ് എവിഡൻസ് അടക്കം, ചാറ്റ് അടക്കം, അല്ലെങ്കിൽ മറ്റ് തെളിവുകളടക്കം ഹാജരാക്കിയപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് നിയമപരമായി ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള പുരുഷന്മാർ, സാധാരണക്കാരായ പുരുഷന്മാർ, ഇവരൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചതികൾ പെടുന്നുണ്ട്. സ്ത്രീകൾ പക്ഷേ ചതികൾ പെടുന്നെങ്കിൽ യഥാർത്ഥമായ ചതികൾ പെടുന്ന സ്ത്രീകൾക്ക് ഒരു സംരക്ഷണമാണ് ഇത്തരത്തിൽ. കാരണം കുറച്ച് വ്യാജ പരാതികൾ, കുറച്ച് ഫാബ്രിക്കേറ്റഡ് കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു വ്യാജമായ പരാതികൾ കുറച്ച് തടഞ്ഞു നിർത്താൻ ഇത്തരത്തിലുള്ള വിധികൾ വളരെ സഹായകരമാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയെ നമ്മൾ വളരെ പ്രതീക്ഷയോടെയും നമ്മൾ വളരെ
നമ്മൾ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, അതായത് ഓരോ കേസും വ്യത്യസ്തമല്ലേ ഇതിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യുവതിയുമായിട്ട് ഈ യുവാവ് പ്രണയത്തിലാകുന്നു, വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നു. ആ യുവതിയോട് താൻ വിവാഹിതനാണ് എന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഇയാൾ ആ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരെ യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ അവർ ഉഭയസമ്മതപ്രകാരം അവർ സമ്മതിച്ചിരിക്കാം. തീർച്ചയായിട്ടും. തന്നെയല്ല ഇക്കാര്യത്തിനകത്ത് ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്ന ഈ വിധി പ്രസ്താവന നടത്തിയ ഈ കേസിനകത്തിൽ അയാൾക്ക് വേറെ ഭാര്യയുണ്ട്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭാര്യയുള്ള ഒരു പുരുഷനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അതൊരു ധാർമ്മികതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭാര്യയുള്ളത് അയാൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും, ഭാര്യയുള്ളത് മറച്ചു വെച്ചാലും ഒരു പരിധിവരെ ഈ മറച്ചു വെച്ചു എന്ന് പറയുന്നത് കേസിന് ബലം കൂട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ഏത് പരാതിയും നോക്കുമ്പോഴും പരാതിയിൽ പല കാര്യങ്ങളും സത്യസന്ധമായ പരാതികളല്ല പോലീസിൽ പലപ്പോഴും വരുന്നത്. പരാതികളിൽ ചില സംഗതി, കാരണം ഇത് മറച്ച് ഭർത്താവ് ഇദ്ദേഹം അവിവാഹിതനാണെന്നും, കാരണം ഈ കേസിനകത്തിലെ സുപ്രീം കോടതിയിൽ ഈ കേസ് റദ്ദാക്കിയ കേസിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾക്കെതിരെ ഒരു അലാം സിഗ്നൽ കൊടുത്ത ഈ കേസിനകത്തിൽ അവരൊരു വിധവയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസിനകത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾ വേറെ ഭാര്യയുണ്ടെന്നോ അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്നോ ഒക്കെ അവർക്കറിയാമായിരിക്കാം. പക്ഷേ അവർ മൊഴി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കത്തുള്ളൂ? മൊഴി കൊടുക്കുമ്പോൾ ഭാര്യയില്ലായിരുന്നു, ഞാൻ അവിവാഹിതനാണ്, വിധവയായ എനിക്ക് നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ എന്നെ സമീപിക്കുകയും ഞാൻ അതിന് വഴങ്ങി എന്നായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. പലപ്പോഴും പരാതികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില നിയമപരമായ സംഗതികൾ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ സെക്ഷൻ ഉറപ്പിക്കാൻ വേണ്ടി പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം ഇത്തരത്തിലുള്ള അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സംഗതികൾ വരുത്താൻ വേണ്ടി പരാതികൾ പലപ്പോഴും ഫാബ്രിക്കേഷനും അതുപോലെ തന്നെ കൃത്രിമത്വങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ഞാൻ ചോദിച്ചതിൽ തന്നെ വീണ്ടും വരികയാണ്, ഈ പല കേസുകളും പല തരത്തിലുള്ള കേസുകളാണല്ലോ. അപ്പോൾ ഒരൊറ്റ വിധി കൊണ്ട് ജനറലായിട്ട് നമുക്കിതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരാൾ വഞ്ചിച്ച് ഒരു പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കാൻ, പീഡനം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധ്യതയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ പോലും തെറ്റിദ്ധരിപ്പിക്കാമല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കോടതി എന്ത് സമീപനമായിരിക്കും? ഈ ഒരു വിധി അതിനെ ബാധിക്കാനുള്ള സാധ്യതയില്ലേ? ഒരു ജെനുവിൻ കേസസ് ഉണ്ടല്ലോ, അതാണ് ജെനുവിൻ കേസിനകത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം പ്രണയത്തിലായതിനു ശേഷം ഈ വിവാഹം കഴിക്കുമെന്നുള്ള ഒരു വിശ്വാസം ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഉണ്ടാവുകയും ആ പുരുഷനെ വിശ്വസിച്ച് പലപ്പോഴും ഒരു ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുകയും അവർ തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള മറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായ കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കാൻ പറ്റും കോടതിക്ക്. ഇത് പരിശോധിക്കുന്ന കോടതിക്ക് ഈ കേസിനകത്ത് ഇലക്ട്രോണിക്സ് എവിഡൻസ് ഇന്നത്തെ കാലത്ത് പലപ്പോഴും പ്രതികൾക്ക് പലപ്പോഴും കുറ്റക്കാരനാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് പലപ്പോഴും പ്രതി തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാജ പരാതിയുമായി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചായാലും പെൺകുട്ടികളെ സംബന്ധിച്ചായാലും അവരുടെ വ്യാജ പരാതിയാണെന്ന് പ്രൂവ് ചെയ്യത്തക്കോണമുള്ള എവിഡൻസുകൾ പലപ്പോഴും, കാരണം നമ്മളിപ്പം വാട്സാപ്പ് അല്ലെങ്കിൽ ഈ മെയിൽ അതുപോലെ ഒരുപാട് മിക്ക ആളുകളുടെയും ഇരിക്കുന്ന ഫോൺ ഇപ്പോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉള്ള ഫോണാണ്. അപ്പോൾ പലപ്പോഴും കോടതികൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കോടതികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നിയമപരമായ സംരക്ഷണം പലപ്പോഴും സ്ത്രീകൾക്ക് അമിതമായി ചൊരിഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾക്ക് എണ്ണം കൂടുന്നത്. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വിധികൾ ഇത് കേരള ഹൈക്കോടതിയും അടുത്ത സമയത്ത് സമാനമായി ഇതുപോലൊരു വിധി നടത്തിയിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി ഇതുപോലൊരു വിധി ഇതിനു മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് സുപ്രീം കോടതിയുടെ വിധിയാകുമ്പോൾ കുറച്ചുകൂടി ഇതിന് ഒരു ആധികാരികത കൂടുതലാണ്. കാരണം രാജ്യത്തെ പരമോന്നത കോടതി എന്നുള്ളതിൽ ഇതിന് കുറച്ചുകൂടി ആധികാരികത കൂടുതലാണെങ്കിൽ ഇത്തരത്തിലുള്ള വിധികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും സ്ത്രീകൾ ഇത് ഫാബ്രിക്കേറ്റഡ് കേസായി വരുന്നതിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ വിധിയെങ്കിലും അതിന് ഒരു അലാം സിഗ്നലായി മാറാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽബട്ടനും അമർത്തുക.